أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ഒരു നിസ്കാരത്തിന് സാക്ഷിയായ കഥ പറയുന്നുണ്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു. സ്വല്ലൈതു വറാഅഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ പിറകിൽ നിന്ന് മഅമൂമായി ഞാൻ നിസ്കരിക്കുന്നു. ഫഫ്തതഹ സൂറത്തുൽ ബഖറ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ ബഖറ തുടങ്ങി വെച്ചു. ഞാൻ വിചാരിച്ചു രാത്രി നിസ്കാരമാണ്, തഹജ്ജുദാൻ, 100 ആയത്തെത്തുമ്പോൾ നബി തങ്ങൾ റുകൂഇലേക്ക് പോകുമെന്ന്. തങ്ങൾ പോയില്ല. ഞാൻ വിചാരിച്ചു 200 ആകുമ്പോ പോയില്ല. സൂറത്തുൽ ബഖറ മുഴുവൻ അവസാനിച്ചാൽ നബി തങ്ങൾ റുകൂഇലേക്കാകും പോകുന്നത് എന്ന് ഞാൻ വിചാരിച്ചു. സൂറത്തുൽ ബഖറ കഴിഞ്ഞു. ഫഫ്തതഹ ആല ഇംറാൻക്കുമെന്ന് അവസാനിച്ചില്ല. എല്ലാ ആയത്തുകളും കടന്നു പോകുമ്പോ റഹ്മത്തിന്റെ ആയത്ത് വരുമ്പോ അള്ളാഹുവിന്റെ റഹ്മത്ത് ചോദിക്കുന്നു, അദാബിന്റെ ആയത്ത് വരുമ്പോൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. സൂറത്തു ആല ഇംറാൻ അവസാനിക്കുമ്പോ നബി തങ്ങൾ റുകൂഇൽ പോകുമെന്ന് ഞാൻ വിചാരിച്ചു. ഫഫ്തതഹ സൂറത്തുൻ നിസാ, സൂറത്തുൻ നിസാ ആരംഭിച്ചു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ റുകൂഇലേക്കല്ല പോകുന്നത്, സൂറത്തുൽ മാഇദ ആരംഭിച്ചു. അതും കഴിഞ്ഞ് സൂറത്തുൽ അൻആം, ഈ പ്രഗൽഭമായ നീണ്ട മണിക്കൂറുകളെടുത്ത ഒരു റക്അത്തിന് ശേഷമാണ്, ഒരു ഖിയാമിന് ശേഷമാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റുകൂഇലേക്ക് പോകുന്നത്. ഫഅതാല റുകൂഅ, ദീർഘമായ റുകൂഅ്, ഇഅ്തിദാൽ ദീർഘമായ സുജൂദ്, ദീർഘമായ നൃത്തം. അങ്ങനെ ഹബീബിന്റെ കൂടെ നിസ്കരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് എന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് തറാവീഹ് നിസ്കാരത്തിന്റെ ഒരൽപ്പം നേരമേറുമ്പോഴേക്കും മുഷിഞ്ഞു പോകുന്നത്, തളർന്നു പോകുന്നത്, മടുപ്പാകുന്നത്. പള്ളി ഒരു കാരാഗ്രഹം പോലെ അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഓടാൻ. ജയിലിൽ കിടന്ന് പെട്ടെന്ന് ജാമ്യം കിട്ടുമെന്നാ നോക്കുക, വേഗം ഇറങ്ങിപ്പോരാൻ. പള്ളിയിൽ നിന്ന് എപ്പോഴാണ് പെട്ടെന്ന് ഇറങ്ങി ഓടാൻ പറ്റുക? ആ രീതിയിലേക്ക് ഇവൻ എന്തിനാ പിന്നെ അങ്ങോട്ട് പോകുന്നത്? അള്ളാഹുവിന്റെ അടുത്ത് അഭയം പ്രാപിക്കാൻ അള്ളാഹുവിനെ പേടിച്ചാൽ അവനിലേക്കല്ലാതെ മറ്റാരിലേക്കാണ് ഓടാനുള്ളത്. ഒരാളെ പേടിച്ചാൽ നമ്മൾ അയാളുടെ മുമ്പിലേക്ക് പോവില്ല, അങ്ങനെയല്ലേ? നമ്മളോട് പിണക്കുള്ള ആളാണ്, സലാം പറഞ്ഞാൽ ചിലപ്പോ മുഖത്തടിച്ചേക്കും, അത്രയും ദേഷ്യമുള്ള ആളാണ്, ആ വഴിക്ക് നമ്മൾ പോവില്ല, അല്ലേ? അള്ളാഹു തമ്പുരാന്റെ അടുത്ത് തന്നെയല്ലേ വരാനുള്ളത്. ആ തമ്പുരാന്റെ മുമ്പിൽ നിന്ന് എങ്ങനെയാണ് ഇറങ്ങി ഓടാൻ തോന്നുന്നത്? ഇതൊന്ന് അവസാനിച്ചിരുന്നില്ലെങ്കിൽ, ഇനിയും നിസ്കാരം നീണ്ടെങ്കിൽ, എന്റെ പ്രാർത്ഥന ഒന്ന് നീണ്ടുപോയെങ്കിൽ എന്ന് കൊതിക്കേണ്ടിടത്ത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നു. ഹബീബാണ് ഏറ്റവും വലിയ മാതൃക. ഹത്താ തതഫത്തറ ഖദമാ, നബിയുടെ കാലിൽ നീര് വന്ന് വീർക്കുന്നവരെ ഹബീബ് നിന്ന് നിസ്കരിക്കുന്നു. നമ്മൾ ചെറിയൊരു മുറിണ്ടാവുമ്പോഴും കസേരയിട്ടൊക്കെ നിസ്കരിക്കും. പള്ളി മുഴുവൻ ഇപ്പോൾ ചർച്ച പോലെ ഡെസ്കും ബെഞ്ചും ആക്കേണ്ടി വരും തോന്നുന്നുണ്ട്, അത്രക്കായിട്ടുണ്ട് കസേരന്റെ നേര. ചെറിയൊരു മുറിയാകുമ്പോഴേക്ക് ഇരുന്നിട്ടിനെ കൊണ്ട് വയ്യാണ്. സുബ്ഹാനല്ലാഹ്. എനിക്കറിയില്ല, ഉസ്താദന്മാര് മസ്സല പറഞ്ഞേക്കണം, അത് കസാലിലാണോ ഉത്തരക്കേണ്ടത്, നിലത്തിരിക്കുകയാണോ വേണ്ടത് എന്നുള്ള വിഷയമുണ്ട് അതില്. നിലത്തിരിക്കാൻ പറ്റുന്നവർ നിലത്തന്നെ ഇരിക്കണ്ടേ, അല്ല ഉസ്താദെ? നിലത്തും ഇരിക്കാൻ പറ്റില്ലെങ്കിലല്ലേ കസേര ഇരിക്കേണ്ടതുള്ളൂ. പാനങ്ങി റാഹത്തായിട്ട് കസേര ഇരുന്നിട്ടാ ജുമാ, കസേര ഇരുന്നിട്ടാണ് ഇഷ, കസേര ഇരുന്നിട്ടാണ്, എന്നിട്ടോ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കൂളായിട്ട് നടന്നു പോകണുണ്ട്. സുബ്ഹാനല്ലാഹ്. ഏറ്റവും പ്രയാസമുള്ള ആളുകളെ കുറിച്ചല്ല ഈ പറയുന്നത്. അല്ലാഹു അവർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ. ബുദ്ധിമുട്ടുള്ളവരെ കുറിച്ചല്ല പറയുന്നത്. അവർക്ക് ഉദ്റുണ്ട്, മഅദൂരിങ്ങളാണ്. അല്ലാഹു ഇളവ് ചെയ്തിട്ടുണ്ട്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഒരാളെ കൊണ്ട് കഴിയാത്തത് അല്ലാഹു ചെയ്യിപ്പിക്കൂല എന്നാണ്. പക്ഷേ ഹബീബിന്റെ ഈ നിസ്കാരത്തെ പറ്റി കേൾക്കും. നമുക്ക് കഴിയോ കാല് നീര് വരുന്നവരെ നിൽക്കാൻ? ബീവറേജിന് മുമ്പിൽ വരെ നിൽക്കൂല ആൾക്കാർ, നീര് വരുന്നവരെ ഒന്നും, അല്ലേ? വലിയ ആവേശമുള്ള ക്യൂ, ഏറ്റവും അച്ചടക്കമുള്ള ക്യൂ ഇപ്പോൾ കള്ളുഷാപ്പിന്റെ മുമ്പിലാണ് കാണാറുള്ളത്. ഒരാളും തിരക്കൂല, ഒരാൾ ഓവർടേക്കും ചെയ്യൂല. എന്തൊരു ബഹുമാനം, പരസ്പര പ്രതിപക്ഷ ബഹുമാനം ഒക്കെ, ഒരു ബുദ്ധിമുട്ടില്ല. എന്ത് റാഹത്തിൽ അങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? കാല് നീര് വരുന്നവരെ നിൽക്കോ ആ നിർത്ത അവരെങ്കിലും? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബാദത്തിൽ നിന്നു എങ്ങനെ കാലിൽ നീര് വരുന്നവരെയാണ്.
ആ ഒരു ഇബാറത്ത് കേൾക്കുമ്പോൾ നമുക്ക് റഹ്മാനായ റബ്ബേ എന്താണ് പറയുന്നത്? നീര് വരുന്നവരെ നിൽക്കേ, നമ്മൾ നിൽക്കും. നൃത്തത്തിന്റെ ദൈർഘ്യം കാരണം കാല് നീര് വന്നു. എന്നിട്ടും ഹബീബ് ഇരുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാല് നീര് വന്ന് തടിച്ചു വെച്ചിരിക്കുകയാണ്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഖിയാമുൽ ലൈൽ കഴിയുമ്പോൾ ചുമരിലേക്ക് കാല് വെക്കുന്നു. കാല് വെച്ചിട്ട് കിടക്കും ചുമരിലേക്ക്. സുബ്ഹി നിസ്കാരമായി കഴിഞ്ഞാൽ എന്തിനെന്നറിയോ? ബ്ലഡ് താഴേക്ക് ഒഴുകാൻ. നീണ്ട നൃത്തമായിരുന്നു. കാല് തണുത്ത് വെക്കാൻ പറ്റണില്ല. അപ്പൊ കടന്നിട്ട് ചുമരിലേക്കൊന്ന് പൊക്കി വെക്കും, ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് നോർമലാവാൻ. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ലിമ തഫഅലു ഹാകദാ, എന്തിനാണ് നബിയെ അങ്ങ് ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് അവലാ ഉഹിബ്ബു അൻ നകൂന അബ്ദൻ ശകൂറാ, അല്ലാഹുവിനോട് നന്ദി ചെയ്യുന്ന ഒരടിമയാവണ്ടയോ, അല്ലാഹുവിനോട് നന്ദി ചെയ്യണ്ടയോ? കാലിന്റെ മുട്ടിന് ഓപ്പറേഷൻ നടക്കുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരും, കാൽമുട്ടെന്ന് പറയുന്ന അല്ലാഹു നൽകിയ അനുഗ്രഹം എത്ര വലുതായിരുന്നു. ഒരു വിരലിനൊരു അസുഖം വരുമ്പോ ഷുഗർ വന്ന് കട്ട് ചെയ്യണം, മുറിച്ചു മാറ്റണമെന്ന് പറയുമ്പോൾ ഓർമ്മ വരും, പടച്ചവനെ ഇത്രയും കാലം ഒന്നും അറിയാതെ, ഒരു വിഷമം അറിയാതെ എത്ര ഞാൻ ഓടി, എത്ര കളിച്ചു, എത്ര ചാടി, എത്രയെല്ലാം ഉപകാരങ്ങളെടുത്തു. നമ്മൾ അറിഞ്ഞോ? നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നത് വിലമതിക്കാനാവാത്ത സ്വത്തുകളാണെന്ന്. ചോദിച്ചോട്ടെ, നമ്മുടെ 2 കണ്ണിന് പകരം 10 കോടി തരാമെന്ന് പറഞ്ഞാൽ കണ്ണ് നമ്മൾ കൊടുക്കാൻ തയ്യാറുണ്ടോ? ആരെങ്കിലും കൊടുക്കോ? അങ്ങനെ ഓഫറിലൊരു സ്വീകരിക്കാൻ തയ്യാറുള്ളവരുണ്ടോ? എന്റെ 2 കണ്ണും കൊടുത്തേക്കാം, എനിക്ക് 10 കോടി മതി. കണ്ണിന്റെ വില എത്രയാപ്പോ? 100 കോടിയാ? കൊടുക്കുവോ? കൊടുക്കൂല. ഇപ്പൊ എത്രയാ വിലമതിക്കാനാവാത്തത്? എത്രയാ നമ്മുടെ ഹാർട്ടിന്റെ ഒക്കെ വില? അത് പ്ലാസ്റ്റിക് അല്ലല്ലോ, ഒറിജിനൽ ജെന്യൂൻ സാധനല്ലേ, അല്ലേ? മെയ്ഡ് ബൈ അല്ലാഹ്. അള്ളാഹുവിന്റെ അപാരമായ സൃഷ്ടിയല്ലേ? നമ്മൾ അറിയാറുണ്ടോ എത്രയാണ് അതിന്റെ വിലയെന്ന്? നമ്മുടെ ശരീരത്തിൽ അല്ലാഹു തന്ന നമ്മുടെ ഇന്റേണൽ എക്സ്റ്റേണൽ ഓർഗാൻസ്, ഇതിന്റെയൊക്കെ അനുഗ്രഹങ്ങൾ എത്രയാണ്? നമ്മൾ പറയുന്നത് കയ്യിൽ കാശില്ലല്ലോ. ഉമ്മ, നിങ്ങൾക്ക് കേൾക്കുന്ന ചെവി അല്ലാഹു തന്നില്ലേ? എനിക്ക് വീടില്ലല്ലോ. 2 കണ്ണ് തന്നില്ലേ കാണാൻ കഴിയുന്ന? എന്റെ കുട്ടികളെ കെട്ടിച്ചില്ലല്ലോ. ഉമ്മ നല്ല വർക്ക് ചെയ്യുന്ന, ഉപ്പ നല്ല പ്രവർത്തിക്കുന്ന ഹൃദയം അല്ലാഹു തന്നില്ലേ? കിഡ്നി തന്നില്ലേ? പാൻക്രിയാസ് തന്നില്ലേ? ലങ്സ് തന്നില്ലേ? നമ്മുടെ ശ്വാസോച്ഛ്വാസം നടക്കുന്ന പ്രക്രിയയെ വളരെ അത്ഭുതകരമായ, വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആണ് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ. ആക്ക് നമ്മൾ നന്ദി ചെയ്തോ? നമ്മൾ നന്ദി ചെയ്തോ അല്ലാഹുവിന്? ഇല്ല. അഫലാ ഉഹിബ്ബു അൻ നകൂന അബ്ദൻ ശകൂറാ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അന്നൊരു സുബ്ഹി നേരത്ത് കടന്നു വരുന്ന ഹബീബ് കരയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബിഅബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് മാ യുബ്കീക്. അല്ലാഹുവിന്റെ റസൂലേ, ഒന്ന് പറയണം, എന്തിനാണ് അങ്ങ് കരയുന്നത്? അങ്ങനെയാണെങ്കിൽ ഫഅബ്കീ മഅക്, അങ്ങയുടെ കൂടെ എനിക്കുമൊന്ന് കരയണം. എന്തിനാണ് അങ്ങ് കരയുന്നത്? മാ യുബ്കീക, അങ്ങയെ വിഷമിപ്പിച്ച വിഷയം എന്താണ് നബിയെ? ഒന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ബിലാലേ, ഉൻസില അലയ്യൽ ലൈല, ഇന്നലെ ഉൻസിലത് അലയ്യൽ ലൈല ആയാത്, അല്ലാഹുവിന്റെ ചില വചനങ്ങൾ ഇന്നലെ രാവിലെ എനിക്ക് അല്ലാഹു ഇറക്കി തന്നു, അവതരിപ്പിച്ചു തന്നു. സൂറത്ത് ആലു ഇംറാനിലെ 190, 191 ആയത്തുകളെ സംബന്ധിച്ചാണ് നിബിധങ്ങൾ പറയുന്നത്. ബിലാലേ, എന്നോട് അല്ലാഹു പറഞ്ഞു, വൈലുൻ ലിമൻ ഖറഅഹാ വലം യതഫക്കറു ഫീഹാ, ആലോചിക്കാതെ ചിന്തിക്കാതെ വെറുതെ ഓതിപ്പോകുന്നവർക്ക് ശിക്ഷയുണ്ട്. ആലോചിക്കണം, പഠിക്കണം എന്ന് പറയുന്ന 2 ആയത്തുകൾ ഇന്നലെ രാവിലെ എനിക്ക് അവതരിക്കപ്പെട്ടിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. കാരുണ്യവാൻ അല്ലാഹു സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തെ പടച്ചതിൽ നിങ്ങൾക്ക് പാഠങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ മഴ പെയ്യുന്നത്? ഈ മഴച്ചാറൽ എങ്ങനെ നടക്കുന്നു?
കോടാനുകോടി ഗാലൻ വെള്ളത്തിന്റെ ജലാംശങ്ങൾ ആകാശലോകത്തൊരു ടാങ്ക് പോലുമില്ലാതെ, ഒരു കണ്ടെയ്നർ ഇല്ലാതെ ആകാശലോകത്ത് സംവിധാനിക്കപ്പെടുന്ന ഈ മഴയെക്കുറിച്ച് യാദൃച്ഛികമെന്ന് എങ്ങനെ നിനക്ക് പറയാൻ കഴിയും? നിന്റെ സ്വന്തം വീട്ടിലെ ടാപ്പിലൂടെ വെള്ളം വരുന്നത് യാദൃച്ഛികമല്ലല്ലോ. അതിനെപ്പറ്റി സംബന്ധിച്ച് ബൈ ചാൻസ് എന്ന് നീ പറയുന്നില്ലല്ലോ. കോടാനുകോടി ഗാലൻ വെള്ളമല്ലയോ അള്ളാഹു ക്ലൗഡുകളിൽ സംഭരിച്ചു വെച്ചിട്ടുള്ളത്. അൻസൽനാഹു ബിഖദറിൻ, ഓരോ നാട്ടിലേക്കും വേണ്ട വിധത്തിൽ അവൻ ഇറക്കിക്കൊടുക്കുന്നു മഴവെള്ളം. രാത്രിയാവുന്നു, പകലാവുന്നു, വെളിച്ചമുണ്ട്, സൂര്യപ്രകാശം, ചന്ദ്രന്റെ പ്രഭ, ഭൂമിയുടെ കറക്കം, രാവും പകല്, സസ്യലതാദികൾ വളരുന്നത്. എത്രയധികം 4, 5, 8 നിലകൾ ഹൈറ്റിലേക്ക് ഉയരുന്ന വൃക്ഷങ്ങൾ കാണുന്നില്ലേ? 8ാം നിലയിലേക്ക് ഒരു ഫ്ളാറ്റിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ എത്ര യൂണിറ്റ് കറണ്ട് ചെലവ് വരും? ടാങ്കിൽ നിന്ന് മേലോട്ട് വെള്ളം പമ്പ് ചെയ്ത് കയറ്റാൻ. വേരുകൾക്കിടയിലൂടെ ഒരു വൃക്ഷത്തിന്റെ അങ്ങേ ഏറ്റവും തെല്ലത്തങ്ങറ്റത്ത് കിടക്കുന്ന ഇലയിലേക്ക്, കായയിലേക്ക് വെള്ളം മേലോട്ട് കൊണ്ടുപോകുന്ന വേരുകളിലൂടെ, സസ്യലതാദികളുടെ കോശങ്ങളിലൂടെ ജലാംശം മേലോട്ട് കൊണ്ടുപോകുന്ന അല്ലാഹുവിനെ നിങ്ങൾ എന്താണ് ആലോചിക്കാത്തത്? നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, തീർച്ചയായും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലുണ്ട് ബുദ്ധിയുള്ളവർക്ക് പാഠങ്ങളുണ്ട്. യുക്തിവാദം പറയല്ല. നീ ഉണ്ടായത് നീയല്ലല്ലോ, നിന്നെ ഉണ്ടാക്കിയത് നിന്റെ ഉമ്മയോ ഉപ്പയോ അല്ല, അവർ നിന്റെ ജനനത്തിന്റെ കാരണക്കാർ. സൃഷ്ടിച്ച് മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വൽ അർള വദഅഹാ ലിൽഅനാം, മനുഷ്യർക്ക് വേണ്ടി ഞാൻ ഭൂമിയെ തയ്യാർ ചെയ്തു എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വചനം എന്താണ് ചിന്തിക്കാത്തത്? ഇത് മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളാണ്. അങ്ങനെ അല്ല, ഇതൊരു യാദൃച്ഛികമാണെങ്കിൽ ഭൂമിയെപ്പോലെ ഗ്രഹങ്ങൾ വേറെ വേണം. മഹാവിസ്ഫോടനത്തിന്റെ ഒരു കഷ്ണമാണ് ഭൂമിയെങ്കിൽ എന്റെ ഭൂമിയിലേതുപോലെ രാവും പകലും 24 മണിക്കൂർ സൈക്കിൾ, 12 മാസം ഉണ്ടാകുന്ന ഒരു വർഷക്കണക്ക് രാവും പകലുമാകുന്നത്, സൂര്യപ്രകാശവും ചന്ദ്രന്റെ പ്രഭയും ഇതൊക്കെ യാദൃച്ഛികമാണോ? ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ട് നബിയേ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ ആയത്ത് ബിലാലെ ഇന്നലെ രാവിലാണ് അല്ലാഹുവിനെ ഇറക്കി തന്നത്. വൈലുൻ അലാ മൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ, വിവരമുണ്ടായി അർത്ഥമറിയുന്ന ആളുകള്, അറബി പഠിച്ചവര്, അർത്ഥം മനസ്സിലാക്കാൻ കഴിവുള്ളവര് ഈ ആയത്ത് വെറുതെ ഓതിപ്പോകുന്നു. പ്രപഞ്ച സൃഷ്ടിപ്പിൽ, അത്ഭുതങ്ങളിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന വചനം വെറുതെ ഓതിപ്പോവുകയും ചിന്തിക്കാതിരിക്കുകയും ചെയ്താൽ അവർക്ക് ശിക്ഷയുണ്ട് ബിലാലേ എന്ന് അള്ളാഹു എന്നോട് അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായ ആ രാവിലെ നിസ്കാരത്തിൽ ഹബീബ് ഓതിയത് ഈ 2 ആയത്തുകളായിരുന്നു. ആരാണ് ബുദ്ധിമാന്മാർ? യുക്തിവാദം പറയുന്നവരാണോ? ഈ പ്രപഞ്ചമുണ്ടായത് താനെ അങ്ങ് പൊട്ടിമുളച്ചതാണെന്ന് പറയുന്നതാണോ യുക്തിചിന്ത? അതാണോ യുക്തിചിന്ത എന്ന് പറയുന്നത്? അല്ല. അല്ലദീന യദ്കുറൂനല്ലാഹ്, തന്റെ ജീവനും തന്റെ മരണവും എല്ലാം കാത്തു സൂക്ഷിക്കുന്നവർ അല്ലാഹു, ജീവൻ നൽകുന്നത് അല്ലാഹു, മരണം വരുത്തുന്നതും അല്ലാഹു. ഈ തമ്പുരാന്റെ കയ്യിലാണ് ജീവമരണത്തിനിടയിലുള്ള എല്ലാം. ജീവിതവും മരണവും അവന്റെ കയ്യിൽ. അല്ലാഹുവിനെ ഓർക്കുന്നവരാണ് ബുദ്ധിമാനികൾ, ഓർക്കുന്നവരാണ് ബുദ്ധിമാനികൾ. അല്ല കണക്കാക്കുമ്പോണ്ടാകുന്ന മരണം അല്ലെ? ഒരു ഉമ്മ ട്രെയിൻ മുറിച്ചു കിടക്കുമ്പോ, റെയിൽപാളം മുറിച്ചു കിടക്കുമ്പോ ഉമ്മ അറിയാതെ ട്രെയിൻ വരുന്നു. എല്ലാരും വിചാരിച്ചു ചതഞ്ഞരഞ്ഞു ആ ഉമ്മ. ഒരു പർദ്ദ ധരിച്ച സ്ത്രീയായിരുന്നു. സ്റ്റേഷനിലെ മുഴുവൻ ആളുകളും കണ്ണും മൂക്കൊക്കെ പൊത്തിപ്പിടിച്ചു. റബ്ബേ, എങ്ങനെ കാണും ആ കാഴ്ച? ട്രെയിൻ പോയപ്പോ പാളത്തിനടിയിൽ നിന്ന് ഉമ്മ എഴുന്നേൽക്കുന്നു. അങ്ങ് കടന്നുകൊടുത്തു. ആ ഒരു സെക്കൻഡ് നേരം കൊണ്ട് അള്ളാഹുവിന്റെ ഇടപെടലാണത്. മരിക്കാൻ നേരായിട്ടില്ല ഉമ്മ, നിങ്ങൾക്ക് മരിക്കാൻ നേരായിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായി ഒന്ന് ട്രെയിൻ കയറണമെന്ന് ആഗ്രഹിച്ച ഒരു സഹോദരി, ഞാൻ അറിയുന്ന, വളരെ അടുത്തറിയുന്ന അബുദാബിയിലുള്ള എന്റെ സുഹൃത്തിന്റെ പെങ്ങൾ, പയ്യന്നൂര് വെച്ചിട്ടൊരു ആക്സിഡന്റ് ഉണ്ടായി. മംഗലാപുരത്തേക്ക് പോവാണ്, കാറിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറയാണ്, ആ പെണ്ണ് പറയും, ഇത്രയും കാലം അബുദാബിയിലായിരുന്നു, ഗൾഫിലായിരുന്നു, ഷാർജയിലോ ദുബൈയിലോ, ഞാൻ ട്രെയിൻ കയറിയിട്ടില്ലല്ലോ, മംഗലാപുരത്തേക്ക് ട്രെയിനിൽ പോകാം, എന്റെ ഒരു ആഗ്രഹമാണ്. കുഞ്ഞിനെയും പിടിച്ചിട്ട് ട്രാക്കിലേക്ക് കയറുമ്പോഴേക്കും ട്രെയിൻ വന്നിരിക്കുന്നു. ആ ഉമ്മ മരിച്ചു. ചെറിയ ചെറുപ്പക്കാരി പെണ്ണ്, 25 വയസ്സ് പ്രായമുള്ള.
അള്ളാഹു ആ പെണ്ണിന് പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറും അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഒരു കുഞ്ഞിനെ ബാക്കിയാക്കിയ കുഞ്ഞിന് എന്ത് സംഭവിച്ചെന്ന് എനിക്കിപ്പോൾ അറിയില്ല. അള്ളാഹു കുഞ്ഞിന് ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ആ ചെറുപ്പക്കാരി മരിച്ചു. അവർക്ക് മരണമെന്ന് അള്ളാഹുവിടെ നിശ്ചയിച്ചു. മറ്റേ സ്ത്രീക്ക് നേരായിട്ടില്ല, ഉമ്മ മരിക്കാൻ നേരായിട്ടില്ല. അല്ലേ? ചന്ദ്രഗിരി പാലത്തിലല്ലേ ഒരു ട്രക്ക് അങ്ങോട്ട് തൂങ്ങി നിന്നിട്ട് ഒരാൾ താഴേക്ക് വെള്ളത്തിലേക്ക് വീഴുന്നു, അപ്പുറത്തുള്ള ആളെ രക്ഷപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്. വാഹനം വീണിട്ടില്ല. കണ്ടിട്ടില്ലത്? എന്റെ ഒരാൾക്ക് മരണമായി എന്ന് അല്ലാഹ് തീരുമാനിച്ചു, മറ്റാൾക്ക് നേരായിട്ടില്ല. അത് അല്ലാഹുവിന്റെ ഖദറാണ്. അല്ലാഹുവിന്റെ കുല്ലു ഷൈഇൻ ഇൻദഹു ബിഖദർ. മഹാനായ സയ്യിദ് സഫ്വാൻ തങ്ങൾ ഏഴുമല അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഇരുന്നും കിടന്നും നടന്നും സൃഷ്ടാവിനെ കുറിച്ച് ഓർക്കുന്നവരാണ് ബുദ്ധിമാനികളെന്ന് പരിശുദ്ധ ഖുർആൻ. സൃഷ്ടാവില്ലെന്ന് പറയുന്നവരല്ല, ഇരുന്നും നടന്നും കിടക്കുമ്പോഴും അല്ലാഹുവിനെ ഓർക്കുന്നവർ. ഒരൽപ്പനേരത്തേക്ക് വന്നവര് നമ്മൾ. സമയം കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ. നമുക്ക് മുമ്പൊരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു, അവരിന്ന് മണ്ണിനടിയിലാണ്. ഇനി നമ്മളൊക്കെ പോകും മണ്ണിനടിയിലേക്ക്. വേറെ സമൂഹം ഭൂമിയിലേക്ക് വരും. വാടക വീട്ടിലെ ആളുകൾ മാറി മാറി വരുന്ന പോലെ ഈ ഭൂമിയിൽ നമ്മുടെ ആയുസ് അല്ലാഹു നമുക്ക് നൽകി. അന്തരീക്ഷം നമ്മുടെ മുൻ ജനറേഷന് കൊടുത്ത പോലെ കൈഫ തഅമലൂൻ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ അല്ലാഹു നിങ്ങളെ വിട്ട ഒരു ചെറിയ ആയുസ്സാണിത്. അതുകൊണ്ട് ഇത് മതിമറന്ന് ജീവിക്കേണ്ട സമയമല്ല, ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് അല്ലാഹുവിനെ പറ്റി ഓർക്കുന്ന മുഅ്മിനീങ്ങളാണ്, സത്യവിശ്വാസികളാണ്, ബുദ്ധിമാനികൾ. قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض. എന്നിട്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ആലോചിക്കും. അവർ പറയും, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖത ഹാദാ ബാതില, ഈ പ്രപഞ്ചത്തെ നീ വൃഥാവിൽ പടച്ചതല്ലല്ലോ. ഇതിനൊരു ലക്ഷ്യമുണ്ട്, പ്രപഞ്ചത്തിന് താളമുണ്ട്. പ്രപഞ്ചത്തെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്ന ഭ്രമണപഥത്തിലാണ് സൂര്യൻ ചന്ദ്രഗോളങ്ങളൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ബിഗിനിങ് ഉണ്ട്, അതിനൊരു എൻഡ് ഉണ്ട്, അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, ഇനി അതിനൊരു എൻഡിംഗ് പോയിന്റ് ഉണ്ട്. കുല്ലു ഷൈഇൻ ഇൻദഹു, എല്ലാം അല്ലാഹുവിന്റെ അടുത്ത് അജൽ, ഒരു കൃത്യമായ സമയത്തേക്ക്, നേരത്തേക്ക് മാത്രമാണ്. ഇങ്ങനെ ചിന്തിക്കുന്നവർ അല്ലാഹുവേ ഫഖിനാ അദാബന്നാർ, നിനക്ക് വഴിപ്പെടാതെ, സൃഷ്ടാവായ നിന്നെ തിരിച്ചറിയാതെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞ് ഇത് അധ്വാനിക്കാനും തിന്നാനും കുടിക്കാനും ഉറങ്ങാനും സുഖിക്കാനും ഭോഗിക്കാനുമുള്ള ഒരു ജീവിതം, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കാതെ ഭൂമിയിൽ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നാളെ വിചാരണയുണ്ട്. ബുദ്ധിയുള്ള മനുഷ്യനെ വെറുതെയാണോ അല്ലാഹു പടച്ചത്? എല്ലാ കർമ്മങ്ങളും ചെയ്ത് മരണം കൊണ്ട് എല്ലാം അവസാനിക്കുകയാണെങ്കിൽ എന്തിനു വന്നു ഈ ജീവിതത്തിലേക്ക്? എന്തിനു വന്നു നമ്മളിവിടെ? മനുഷ്യൻ ലക്ഷ്യത്തിന് ജീവിക്കുന്നവനാണ്, ഈ ആലോചനയിൽ ജീവിക്കുന്നവരാണ് ബുദ്ധിമാനികൾ. അവർക്ക് പാഠങ്ങളുണ്ട്. ഇങ്ങനെ ചിന്തിക്കാതെ പോകുന്നവർക്ക് ശിക്ഷയുണ്ട് എന്ന് ബിലാലെ അല്ലാഹു എന്നോട് പറഞ്ഞു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.